UDFിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുഴുവനും ജീവൻ മരണ പോരാട്ടമാണ്. പല നേതാക്കളും ഇത് ഗൗരവമായി ഇതുവരെ എടുത്തിട്ടേ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം, ഒരു സംഘടനാപരമായി. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുന്നതിനാണ് പാർട്ടി ഏറെ ശ്രദ്ധ കാണിക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും അധികം ഉത്സാഹം കാണുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. LDFിന്റെ കയ്യിലിരിക്കുന്ന 63 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ UDFിൽ താൻ ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ പടയൊരുക്കം നടത്തുന്നതും നമ്മൾ കണ്ടു. അതൊന്നും അദ്ദേഹത്തെ പിന്നോട്ടടിപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചില ഉറച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് കൊച്ചി കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ളതും ഒരു അഭിമാനകരവുമായ ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. കേരളത്തിലെ മെട്രോ നഗരത്തിൻ്റെ ഭരണസാരഥ്യം വിട്ടുകൊടുക്കേണ്ടി വന്നത് 2020 തലനാരിഴക്കാണെങ്കിൽ ഇനി അതിന് മനസ്സില്ല എന്നാണ് VD സതീശൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ജില്ലയായ എറണാകുളത്ത് ആകെയുള്ള 14 നിയമസഭാ സീറ്റുകളും നേടാൻ ഉറച്ചു തന്നെ പോരാടുന്ന പ്രതിപക്ഷ നേതാവും DCC നേതൃത്വവും അതിന് പ്രാപ്തരായി എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ആദ്യം കൊച്ചി പിടിക്കുക തന്നെ വേണം. അതിനുള്ള നീക്കങ്ങൾ എറണാകുളത്തെ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ നഷ്ടപ്പെട്ടാൽ തലയെടുപ്പ് പോയി. അതുകൊണ്ട് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട കൊച്ചി കോർപ്പറേഷന്റെ ഭരണം അത് പിടിച്ചെടുത്തുകൊണ്ട് എറണാകുളത്ത് വിജയകാഹളം മുഴക്കാനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആഹ്വാനം. കൊച്ചി ഭരിക്കുന്നത് ഇപ്പോൾ LDF ആണ്. CPMലെ M അനിൽകുമാറാണ് മേയർ. എങ്കിലും UDF ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത്. അതായത് ആകെയുള്ള 74 സീറ്റുകളിൽ 30 സീറ്റ് UDFിനും 29 സീറ്റുകൾ LDFിനും 5 സീറ്റുകൾ BJPക്കുമാണ് ലഭിച്ചത്. ബാക്കി വരുന്ന 10 സീറ്റുകളിൽ ജയിച്ച സ്വതന്ത്രന്മാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണയോടുകൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ LDF ഭരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2020 എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് മുൻപിൽ നിൽക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഈ ഭരണമാറ്റം എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിൽ നിന്നും മേയർ ആകേണ്ടിയിരുന്ന N വേണുഗോപാൽ ഐലൻഡ് വാർഡിൽ തോറ്റത് വെറും 1 വോട്ടിനാണ്. അതിൽ തന്നെ അട്ടിമറിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വരെ ഇതുവരെ പാർട്ടിക്കായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ പാടിവട്ടം, വെണ്ണല, ചളിക്കവട്ടം തുടങ്ങിയ വാർഡുകളിലെല്ലാം തന്നെ കാലുവാരലിന്റെ ഭാഗമായി കോൺഗ്രസ് പരാജയപ്പെടുകയുണ്ടായി. ഫോർട്ട് കൊച്ചി ഭാഗത്തും കോൺഗ്രസിന്റെ മെഷീനറി വേണ്ടവിധം പ്രവർത്തിക്കാതെ വന്നപ്പോൾ പരാജയപ്പെട്ട ഇടങ്ങളും ഉണ്ട്. എന്നാൽ ഇത്തവണ DCC അധ്യക്ഷനായി മുഹമ്മദ് ഷിയാസ് എത്തിയതിനു ശേഷം ഓരോ പിൻ പോയിന്റും ശ്രദ്ധിച്ച് ന്യൂനതകൾ പരിഹരിച്ച് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. ഏറ്റവും കുറഞ്ഞത് 74-ൽ 45 സീറ്റുകൾ പിടിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ. അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ ലഭിച്ചതിന് ശേഷം വേണം എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളായ ഇപ്പോൾ നിയമസഭയിൽ LDFിനെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾ കൊച്ചിയും വൈപ്പിനുമൊക്കെ ഒരു പോരാട്ടം നടത്തി പിടിച്ചെടുക്കാൻ. കൊച്ചി കോർപ്പറേഷൻ ലഭിക്കുകയാണെങ്കിൽ തന്നെ എറണാകുളം ജില്ല മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിക്ക് അതൊരു ഉന്മേഷമുണ്ടാക്കും, അതിൽ തർക്കമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്നുള്ള നിർബന്ധമുണ്ടായിരിക്കുന്നത്. ഏതായാലും VD സതീശന്റെ നീക്കങ്ങൾക്ക് കേരളം മൊത്തം ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് സംസ്ഥാന നേതൃത്വം കൂടി വിചാരിക്കണം. പക്ഷേ കൊച്ചി കോർപ്പറേഷനും എറണാകുളം ജില്ലയും മുഴുവൻ കോൺഗ്രസിന്റെ കൈകളിലേക്ക് വരുമെന്നത് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റം തുടങ്ങിക്കഴിഞ്ഞു. അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തകർപ്പൻ നീക്കത്തിന്റെ ആദ്യ വിജയമായി മാറുകയും ചെയ്യും.